ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനോട് ചേരുന്നത്. സാർ, ഈ ഏറ്റുമാനൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 2021-22 കാലഘട്ടത്തിൽ അവിടെ ഇത്തരത്തിലൊരു തട്ടിപ്പ് നടക്കുന്ന സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് ഒരു റിപ്പോർട്ട് താങ്കൾക്ക് സമർപ്പിച്ചിരുന്നു എന്ന് പറയുന്നു. എന്താണ് അന്ന് യഥാർത്ഥത്തിൽ നടന്നത്? അത്തരം ഒരു വിജിലൻസ് റിപ്പോർട്ട് ഞാൻ പ്രസിഡൻ്റായിരുന്ന കാലത്ത് വന്നിട്ടില്ല. ഞാൻ 2021 നവംബർ 15 പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു. അവിടെ ആകെ എൻ്റെ ശ്രദ്ധയിലെന്ന് വന്നത്, അതും ദിവസങ്ങൾക്ക് ശേഷം അവിടെ ഒരു ഫയർ ഇൻസിഡൻറ്റ് ഉണ്ടായി. അത് ദേവസ്വം ബോർഡിൽ അറിയുന്നത് വളരെ ദിവസങ്ങൾക്ക് ശേഷമാണ്. അപ്പം തന്നെ അത് പോലീസ് സാധാരണ നടപടി അനുസരിച്ച് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അതിനുള്ള നിർദ്ദേശം ഞാൻ കൊടുത്തിട്ടുള്ളതായിട്ടാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതല്ലാതെ ഈ പറയുന്ന മറ്റ് ക്രമക്കേടുകൾ ഒന്നും എൻ്റെ ശ്രദ്ധയിലൊന്നും വന്നിട്ടില്ല. ഇത്തരം ഒരു വിജിലൻസ് റിപ്പോർട്ടിൻ്റെ കാലത്ത് പിന്നെ വന്നിട്ടുമില്ല. അതായത് ഈ നാഗപാളികൾ വിളക്കി ചേർത്തതും റെസിപ്റ്റ് ഇല്ലാതെ പണപ്പിരിവ് നടത്തിയതും സാറിൻ്റെ കാലഘട്ടത്തിലല്ല. അതിനെപ്പറ്റിയൊന്നുള്ള യാതൊരു റിപ്പോർട്ടും എൻ്റെ കാലത്ത് വന്നിട്ടില്ല. അത് 22 വന്നെന്നാണ് വിജിലൻസ് റിപ്പോർട്ട് പറഞ്ഞത്. 22 ഞാനല്ല പ്രസിഡന്റ്. 2021 നവംബറിൽ സാർ സ്ഥാനം ഒഴിഞ്ഞു. 2021 നവംബറിൽ ഞാൻ സ്ഥാനം ഒഴിഞ്ഞു. നവംബർ 14-ാം തീയതി സ്ഥാനം ഒഴിഞ്ഞു. 14-ാം തീയതി. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പൂശൻ ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി ഈ പൂശാൻ കൊണ്ടുപോയതിൻ്റെ ബാക്കി വന്ന സ്വർണം ഉപയോഗിച്ചു എന്ന് കാട്ടിക്കൊണ്ട് ദേവസ്വത്തിന് അനുമതിക്കായി ഒരു മെയിൽ അയച്ചിരുന്നു എന്ന് പറയുന്നത്. എന്തായിരുന്നു അന്ന് ആ വാസ്തവത്തിലുണ്ടായത്? അങ്ങനെ ഒരു മെയിൽ ദേവസ്വം ബോർഡിന് അയക്കേണ്ട സാഹചര്യം എന്താണ്? 2019 ഡിസംബർ 9 ഒരു മെയിൽ അവിടെ വന്നത്. അപ്പോൾ അയാളുടെ വക സ്വർണം, അത് ദേവസ്വത്തിൻ്റെ സ്വർണ്ണമല്ല. അതായത് ദേവസ്വത്തിലെ പണികൾ അയാൾ സ്വന്തം സ്വർണം ഉപയോഗിച്ച് ചെയ്യാനാണ് അയാൾ അനുമതി ചോദിച്ചത്. അതാണ് അന്നത്തെ ബോർഡ് അനുമതി കൊടുത്തത്. അതിനുശേഷം അയാൾ വാങ്ങിയ സ്വർണം അയാളുടെ സ്വർണം, ദേവസ്വത്തിൻ്റെ സ്വർണ്ണമല്ല, അയാളുടെ സ്വർണം ഉപയോഗിച്ച് ഇങ്ങനെ ഒരു നിർധന യുവതിയുടെ വിവാഹം നടത്തണം എന്നാഗ്രഹിക്കുന്നു. അത് ദേവസ്വം ബോർഡിൻ്റെ സഹകരണത്തോടുകൂടി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ആ മെയിലിലുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ അതിലെ ദേവസ്വം ബോർഡിൻ്റെ അഭിപ്രായം ആണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്കന്ന് ഒന്നും സംശയിക്കേണ്ട കാര്യം വന്നില്ല. ഇത് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ആരാ? തിരുവാഭരണ കമ്മീഷണർ അഭിപ്രായം അറിയാനാണ് ഞാൻ കൊടുത്തത്. ഇപ്പോൾ എനിക്കും തോന്നുന്നു അയാളെ സംബന്ധിച്ച് പിന്നെ പ്രശ്നങ്ങളുണ്ട്, അയാളെ ഇത്തരം കാര്യങ്ങൾ ചുമതലപ്പെടുത്തരുത് എന്നുള്ള തോന്നൽ ഇപ്പോൾ എനിക്കും തോന്നുന്നു. ദേവസ്വത്തിൻ്റെ സ്വർണ്ണത്തിൻ്റെ തിരുമലയൊക്കെ ചിലപ്പോൾ അത് നടന്നിരിക്കാമെന്ന്. അതെല്ലാം ഇപ്പോഴാണ് പക്ഷേ വെളിച്ചത്ത് വരുന്നത്. ആ മെയിൽ അയച്ചതിൽ പോലും എനിക്കിപ്പം ഒരു സംശയം ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന് എനിക്ക് പിന്നെ സംശയം തോന്നുന്നുണ്ട്. ഇപ്പോഴും ആ ഈവൻ്റ് ഒട്ടും നടന്നിട്ടുമില്ല. അതിനുശേഷം അത് അയാൾ തന്നെ പിന്നെ ബോർഡ് എന്ത് സഹകരണമാണ് വേണ്ടതെന്ന് അയാളോട് ചോദിച്ചു. അയാൾ മറുപടിയൊന്നും തന്നില്ല. അങ്ങനെ അത് നടന്നിട്ടുമില്ല. തനിക്കെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വരുന്ന ആരോപണങ്ങളിൽ വ്യക്തത വരുത്തുകയായിരുന്നു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു. സജികുമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.